മജ്ജിമ നികായ 117 മഹാചത്താരിസക സൂത്ത. ആര്യ അഷ്ടാംഗിക മാർഗത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഈ സൂത്തം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതാണ്. ആര്യ അഷ്ടാംഗിക സൂത്തത്തെ വളരെ വ്യക്തമായിട്ട് ഈ സൂത്തത്തിൽ വിവരിക്കുന്നുണ്ട്. ആര്യ അഷ്ടാംഗിക മാർഗത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഈ സൂത്തം ഫോർവേഡ് ചെയ്യാവുന്നതാണ്. ആര്യ അഷ്ടാംഗിക മാർഗത്തിൽ എങ്ങനെയാണ് സമ്മാദിഷ്ഠിയും സമ്മാ വായാമോ സമ്മാ സതി ഇത് മൂന്നും ബാക്കിയുള്ള അംഗങ്ങളോടൊത്ത് നിൽക്കുന്നത് എന്ന് ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ഭഗവാൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുക്കളെ, അഭിവന്ദ്യ ഗുരുവേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഭിക്ഷുക്കളെ, ഞാൻ നിങ്ങൾക്ക് ആര്യ അഷ്ടാംഗിക മാർഗത്തെക്കുറിച്ച് പറയാം. അത് ഏതിനെ ആശ്രയിച്ച് നിൽക്കുന്നു എന്നും അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും ഞാൻ നിങ്ങളെ ഉപദേശിക്കാം. നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക, ഞാൻ പറയാം. ശരി ബന്ദേ എന്ന് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഭിക്ഷുക്കളെ, സമ്മാ സമാധി, ആര്യ സമ്മാ സമാധി എന്താണ്? അതിന് എന്തെല്ലാമാണ് ആശ്രയിച്ച് നിൽക്കുന്നത്? അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? സമ്മാ സമാധി എന്ന് പറയുന്നതിൻ്റെ നിർവചനം നമ്മൾ സതിപട്ടാന സൂത്രത്തിൽ കണ്ടിട്ടുണ്ട്. 4 ധ്യാനങ്ങളെയാണ് സമ്മാ സമാധി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം മിഥ്യാസമാധിയാണ്. അതായത് 1ാമത്തെ, 2ാമത്തെ, 3ാമത്തെ, 4ാമത്തെ ധ്യാനം, ഇതിനെയാണ് സമ്മാ സമാധി എന്ന് പറയുക. ആനാപാന എന്ന് പറയുന്നത് കായഗതാസതിയാണ്. അതായത് കായാനുപസനയിൽ വരുന്നതാണ്. ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രക്രിയയാണ് ആനാപാന. അതിലൂടെയും നമ്മൾക്ക് സമ്മാ സമാധിയിലേക്ക് പോകാം. അതേപോലെ തന്നെ മൈത്രി തുടങ്ങിയ മറ്റ് ധ്യാനങ്ങളിലൂടെയും നമ്മൾക്ക് സമ്മാ സമാധിയിലേക്ക് പോകാം. ഇനി സമ്മാ സമാധി ഏതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഭിക്ഷുക്കളെ, സമ്മാ സമാധി ആശ്രയിച്ചിരിക്കുന്നത് ഇവയൊക്കെയാണ്: സമ്മാദിഷ്ഠി, സമ്മാ സങ്കപ്പോ, സമ്മാ വാച, സമ്മാ കമ്മന്തോ, സമ്മാ ആജീവോ, സമ്മാ വായാമോ, സമ്മാ സതി. അതായത് ബാക്കിയുള്ള 7 അംഗങ്ങളും ശരിയായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് സമ്മാ സമാധി ഉണ്ടാകുകയുള്ളൂ. അതായത് നമ്മുടെ മനസ്സ് സമാധിഷ്ഠമാകാൻ നമ്മുടെ ശീലങ്ങളെല്ലാം വളരെ കറക്റ്റായിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ പ്രജ്ഞയും വളരെ കറക്റ്റായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ സമാധി വളരെ കൃത്യമായിട്ട് ഉണ്ടാകുകയുള്ളൂ. ഭിക്ഷുക്കളെ, ചിത്തത്തിൻ്റെ ഏകാഗ്രതയ്ക്ക് ഈ 7 അംഗങ്ങളും വളരെ അത്യാവശ്യമാണ്. ഇതിനെയാണ് ആര്യ സമ്മാ സമാധി എന്ന് വിളിക്കുന്നത്. ഇതൊക്കെയാണ് അത് ആശ്രയിച്ച് നിൽക്കുന്ന കാര്യങ്ങൾ. അതിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഇതൊക്കെയാണ്. അവിടെ ഭിക്ഷുക്കളെ ആദ്യമായിട്ട് വരുന്നത് സമ്മാദിഷ്ഠി തന്നെയാണ്. എന്തുകൊണ്ടാണ് ഭിക്ഷുക്കളെ അവിടെ സമ്മാദിഷ്ഠി ഏറ്റവും മുന്നിൽ വന്നത്? ഭിക്ഷുക്കളെ, മിഥ്യാദിഷ്ഠിയാണെന്ന് നിങ്ങൾ എപ്പോൾ പ്രജ്ഞയാൽ മനസ്സിലാക്കുന്നുവോ, സമ്മാദിഷ്ഠിയെ സമ്മാദിഷ്ഠി എന്ന് പ്രജ്ഞയാൽ എപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുവോ, അതുതന്നെയാണ് സമ്മാദിഷ്ഠി എന്ന് പറയുന്നത്. അപ്പോൾ ഭിക്ഷുക്കളെ, മിഥ്യാദിഷ്ഠി അല്ലെങ്കിൽ മിഥ്യാദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാനം, ത്യാഗം, ദക്ഷിണ ഇവ കൊണ്ട് ഒരു അർത്ഥവുമില്ല. നല്ലതും ചീത്തയും ആയിട്ടുള്ള കർമ്മങ്ങൾക്ക് നല്ല ഫലമോ ചീത്ത ഫലമോ ഉണ്ടാകുന്നതല്ല. മരണാനന്തരം ഒരു ജീവിതവുമില്ല. അച്ഛൻ അമ്മ എന്ന് പറയുന്ന കാര്യങ്ങളും ഇല്ല. ഓപപാതിക ആയിട്ടുള്ള ജീവികളും ഇല്ല. അതായത് ഗർഭധാരണത്തിലൂടെ അല്ലാതെ ജനിക്കുന്ന ജീവികൾ. അതുകൂടാതെ മരണാനന്തര ജീവിതത്തെ സ്വന്തം അനുഭവത്താൽ സാക്ഷാത്കരിച്ച് അതിനെപ്പറ്റി വിവരിക്കുന്ന ശരിയായിട്ടുള്ള ശ്രമണ ബ്രാഹ്മണന്മാരും ഇവിടെയില്ല. ഭിക്ഷുക്കളെ, ഇതിനെയാണ് മിഥ്യാദിഷ്ഠി എന്ന് പറയുന്നത്. ഭിക്ഷുക്കളെ, സമ്മാദിഷ്ഠി ഏതാണ്? ഭിക്ഷുക്കളെ, സമ്മാദിഷ്ഠിയെ ഞാൻ 2 തരത്തിലാണ് പറയുന്നത്. ഒരു സമ്മാദിഷ്ഠിയുണ്ട്, അത് സാസവം, അതായത് ആസവങ്ങൾ അല്ലെങ്കിൽ കളങ്കങ്ങൾ ചേർന്നതാണ്, പുണ്യങ്ങൾ ചേർന്നതാണ്, അതേപോലെ തന്നെ ആസക്തി ചേർന്നിട്ടുള്ളതാണ്, ഉപാധി. എന്നാൽ ഭിക്ഷുക്കളെ, മറ്റൊരു സമ്മാദിഷ്ഠിയുണ്ട്, അത് ആര്യന്മാരുടെ സമ്മാദൃഷ്ടിയാണ്, അനാസവം ആണ്, അതായത് കളങ്കമില്ലാത്തതാണ്, ലോകോത്തരമാണ്, എല്ലാ ലോകങ്ങൾക്കും അപ്പുറത്താണ്, മാർഗത്തിൻ്റെ അംഗമാണ്. ഭിക്ഷുക്കളെ, ആ കളങ്കങ്ങൾ ചേർന്നിട്ടുള്ള അതേപോലെ തന്നെ പുണ്യം ചേർന്നിട്ടുള്ള ഉപതി അല്ലെങ്കിൽ ആസക്തിയുള്ള ആ സമ്മാദിഷ്ഠി ഏതൊക്കെയാണ്? ദാനം, ത്യാഗം, ദക്ഷിണ ഇവയ്ക്ക് അർത്ഥമുണ്ട്. നല്ലതും ചീത്തയും ആയിട്ടുള്ള കർമ്മങ്ങൾക്ക് നല്ലതും ചീത്തയും ആയിട്ടുള്ള ഫലങ്ങളുണ്ട്.
മരണാനന്തരം മറ്റൊരു ജീവിതമുണ്ട്. അച്ഛൻ അമ്മ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഓപപാതിക എന്ന് പറയുന്ന ജനനവും ഉണ്ട്. മരണാനന്തര ജീവിതത്തെ സ്വന്തം അനുഭവത്താൽ സാക്ഷാത്കരിച്ച് മറ്റുള്ളവർക്ക് വ്യാഖ്യാനിക്കുന്ന ശരിയായിട്ടുള്ള ശ്രമണ ബ്രാഹ്മണന്മാരും ഇവിടെ ഉണ്ട്. ഭിക്ഷുക്കളെ, ഈ സമാധിയോട് കൂടിയിട്ട് ആസവം അല്ലെങ്കിൽ കളങ്കങ്ങൾ, അതേപോലെ തന്നെ പുണ്യങ്ങൾ, ആസക്തി ഇവ ഉണ്ട്. ഭിക്ഷുക്കളെ, ഏത് സമാധിയാണ് ആര്യന്മാരുടേത്? അനാസവം, അതേപോലെ തന്നെ എല്ലാ ലോകങ്ങൾക്കും അപ്പുറത്തുള്ളത്, മാർഗത്തിൻ്റെ അംഗമായിട്ടുള്ള ആ സമാധി ഏതൊക്കെയാണ്? ഭിക്ഷുക്കളെ, അത് പ്രജ്ഞ തന്നെയാണ്. പ്രജ്ഞയുടെ ഇന്ദ്രിയമാണ്, പ്രജ്ഞയുടെ ബലമാണ്, ധമ്മവിജയ ബോധ്യാംഗം എന്ന് പറയുന്ന ആ കാര്യമാണ്. അത്തരം സമാധിയാണ് മാർഗത്തിൻ്റെ അംഗം. ആര്യചിത്തത്താൽ, അനാസവചിത്തത്താൽ ആര്യമാർഗം ഭാവന ചെയ്യാനുള്ള പ്രജ്ഞ, അത് തന്നെയാണ് ആ സമ്മാദിട്ടി. അതായത് ഈ സമ്മാദിട്ടി, രണ്ടാമത് പറയുന്ന സമ്മാദിട്ടി ആര്യന്മാരുടേതാണ്, അല്ലെങ്കിൽ അർഹന്തന്മാരുടേതാണ്. ആ സമ്മാദിട്ടി എന്ന് പറയുന്നത് 4 ആര്യസത്യം ആയിട്ടുള്ള പ്രജ്ഞ തന്നെയാണ്. അതിനെയാണ് ഇവിടെ സമ്മാദിട്ടി എന്ന് പറയുന്നത്. അല്ലാതെ നേരത്തെ പറഞ്ഞിട്ടുള്ള ദർശനത്തെയല്ല ഇവിടെ സമ്മാദിട്ടി എന്ന് പറയുന്നത്. ആ ദർശനവും സമ്മാദിട്ടിയാണ്, പക്ഷേ അത് സാധാരണ വ്യക്തികളുടെ സമ്മാദിട്ടിയാണ്. പക്ഷേ ഈ സമ്മാദിട്ടി എന്ന് പറയുന്നത്, പ്രജ്ഞ എന്ന് പറയുന്നത് അർഹന്തന്മാരുടെ സമ്മാദിട്ടിയാണ്, അല്ലെങ്കിൽ ആര്യന്മാരുടെ സമ്മാദിട്ടിയാണ്, മുക്തി നേടിയവരുടെ സമ്മാദിട്ടിയാണ്. ഭിക്ഷുക്കളെ, ഈ സമ്മാദിട്ടിയാണ് ആര്യന്മാരുടെ അനാസവം, ആസവമില്ലാത്തത്, ലോകോത്തരം, എല്ലാ ലോകങ്ങൾക്കും അപ്പുറത്തത്, അതേപോലെ തന്നെ മാർഗത്തിൻ്റെ അംഗമായിട്ടുള്ള സമ്മാദിട്ടി എന്ന് വിളിക്കുന്നത്. ഭിക്ഷുക്കളെ, അവർ മിഥ്യാദിട്ടിയെ ഇല്ലാതാക്കുന്നതിന് പരിശ്രമിക്കുന്നു, സമ്മാദിട്ടിയെ ഉൽപ്പന്നമാക്കുന്നതിന് പരിശ്രമിക്കുന്നു, അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നു. അവർ സതിയാൽ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്സിനാൽ മിഥ്യാദിട്ടിയെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നു, അതേപോലെ തന്നെ സതിയാൽ സമ്മാദിട്ടിയെ ഉണ്ടാക്കുന്നതിന് പ്രയത്നിക്കുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങളും സമ്മാദിട്ടിയാണ് പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്നത്. സമ്മാദിട്ടി, സമ്മാവായാമോ, സമ്മാസതി. ഭിക്ഷുക്കളെ, ഈ സന്ദർഭത്തിലും സമ്മാദിട്ടി തന്നെയാണ് ആദ്യമായിട്ട് വരുന്നത്. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് സമ്മാദിട്ടി മുൻപ് ആയിട്ട് വരുന്നത്? ഭിക്ഷുക്കളെ, നിങ്ങൾ മിഥ്യാസങ്കല്പത്തെ മിഥ്യാസങ്കല്പം എന്ന് പ്രജ്ഞാപൂർവം അറിയുന്നു, സമ്മാസങ്കല്പത്തെ സമ്മാസങ്കല്പം എന്ന് പ്രജ്ഞാപൂർവം അറിയുന്നു. ഭിക്ഷുക്കളെ, അതുതന്നെയാണ് നിങ്ങളുടെ സമ്മാദിട്ടി എന്ന് പറയുന്നത്. ഭിക്ഷുക്കളെ, മിഥ്യാസങ്കല്പം എന്താണ്? കാമസങ്കല്പം, വ്യാപാദസങ്കല്പം, അതായത് ദ്വേഷം ഉള്ള സങ്കല്പം, വിഹിംസാസങ്കല്പം, ഹിംസാപരമായിട്ടുള്ള സങ്കല്പങ്ങൾ. ഭിക്ഷുക്കളെ, ഇവയാണ് മിഥ്യാസങ്കല്പം എന്ന് പറയുന്നത്. ഭിക്ഷുക്കളെ, സമ്മാസങ്കല്പം ഏതൊക്കെയാണ്? ഭിക്ഷുക്കളെ, സമ്മാസങ്കല്പവും 2 തരത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഭിക്ഷുക്കളെ, ഒരു തരത്തിലുള്ള സമ്മാസങ്കല്പമുണ്ട്, അതിൽ കളങ്കങ്ങളുണ്ട്, അതേപോലെ തന്നെ പുണ്യം ചേർന്നിട്ടുള്ളതാണ്, അതേപോലെ തന്നെ ആസക്തിയുണ്ട്. ഭിക്ഷുക്കളെ, മറ്റൊരു സമ്മാസങ്കല്പമുണ്ട്, അത് ആര്യന്മാരുടേതാണ്, കളങ്കം ഇല്ലാത്തതാണ്, എല്ലാ ലോകത്തിനും അപ്പുറത്താണ്, മാർഗത്തിൻ്റെ അംഗമാണ്. ഭിക്ഷുക്കളെ, ഏത് സങ്കല്പമാണ് ആസവം അല്ലെങ്കിൽ കളങ്കമുള്ളത്, പുണ്യങ്ങൾ ചേർന്നത്, ആസക്തി ഉള്ളത്? നെഖമ്മ സങ്കപ്പു, അതായത് നമ്മൾ രാഗദ്വേഷത്തിൽ നിന്ന് നിഷ്ക്രമണം ചെയ്യുകയാണ്, അതിനെയാണ് നെഖമ്മ സങ്കപ്പു. അഭ്യാപാദ സങ്കപ്പു, ദ്വേഷമില്ലാത്ത സങ്കല്പങ്ങൾ. അവിഹിംസാ സങ്കപ്പു, ഹിംസയില്ലാത്ത സങ്കല്പങ്ങൾ. ഭിക്ഷുക്കളെ, ഇതാണ് സമ്മാസങ്കല്പം. ഇതിൽ ആസവങ്ങൾ ചേർന്നിട്ടുണ്ട്, പുണ്യങ്ങൾ ചേർന്നിട്ടുണ്ട്, ആസക്തി ഉള്ളതാണ്. ഭിക്ഷുക്കളെ, ആര്യന്മാരുടെ ആസവങ്ങളില്ലാത്ത, കളങ്കങ്ങളില്ലാത്ത, ലോകോത്തരമായിട്ടുള്ള മാർഗത്തിൻ്റെ അംഗമായിട്ടുള്ള ആ സങ്കല്പം ഏതാണ്? ഭിക്ഷുക്കളെ, ആ സങ്കല്പം എന്ന് പറയുന്നത് ആര്യചിത്തത്തിൻ്റെ, അനാസവചിത്തത്തിൻ്റെ, ആര്യമാർഗത്തിലെ, ആര്യമാർഗം ഭാവന ചെയ്യുന്ന തർക്ക വിതർക്ക ചിന്തകൾ, അത് ആര്യമാർഗത്തിൽ ഊന്നിയതാണ്, അതിൽ കളങ്കമില്ലാത്തതിൽ ഊന്നിയതാണ്. ആര്യമാർഗത്തിൽ സഞ്ചരിക്കുന്ന, ആര്യമാർഗത്തെ ഭാവന ചെയ്യുന്ന വ്യക്തിയുടെ ചിന്തയാണ്. ഭിക്ഷുക്കളെ, ഇതിനെയാണ് ആര്യന്മാരുടെ സമ്മാസങ്കല്പം എന്ന് പറയുന്നത്. ഭിക്ഷുക്കളെ, അവർ മിഥ്യാ സങ്കല്പത്തെ ഉപേക്ഷിക്കാൻ വ്യായാമം ചെയ്യുന്നു അല്ലെങ്കിൽ പരിശ്രമിക്കുന്നു, സമ്മാസങ്കല്പത്തെ ഉൽപ്പന്നമാക്കുന്നതിന് വ്യായാമം ചെയ്യുന്നു അല്ലെങ്കിൽ പരിശ്രമിക്കുന്നു. ഉള്ളോ സതി ഉപയോഗിച്ച് മിഥ്യാസങ്കല്പത്തെ ഇല്ലാതാക്കുന്നു,
സതി ഉപയോഗിച്ച് അവർ സമ്മ സങ്കല്പത്തെ ഉൽപ്പന്നമാക്കുന്നു. അതിനാൽ ഭിക്ഷുക്കളെ ഈ 3 ധർമ്മങ്ങളും സമ്മ സങ്കല്പത്തിനു ചുറ്റും വട്ടം കറങ്ങുന്നു. അവ സമ്മാദിഠി, സമ്മാവായാമോ, സമ്മാസതി. ഭിക്ഷുക്കളെ ഈ അവസരത്തിലും സമ്മാദിഠിയാണ് ഏറ്റവും മുൻപിൽ വരുന്നത്. എന്തുകൊണ്ടാണ് സമ്മാദിഠി മുന്നിൽ വരുന്നത്? ഭിക്ഷുക്കളെ, നിങ്ങൾ മിഥ്യാവചനത്തെ മിഥ്യാവചനം എന്ന് പ്രജ്ഞയാൽ മനസ്സിലാക്കുന്നു. സമ്മാവാച അതിനെ സമ്മാവാച എന്ന് നിങ്ങൾ പ്രജ്ഞയാൽ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ സമ്മാദിഠിയാൽ മനസ്സിലാക്കുന്നു. ഭിക്ഷുക്കളെ, മിഥ്യാവചനം എന്താണ്? മിഥ്യാവചനം എന്താണ്? ഭിക്ഷുക്കളെ, നുണ പറയുന്നത്, ഏഷ്ണി പറയുന്നത്, പരുഷമായിട്ട് സംസാരിക്കുന്നത്, ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്, ഇതിനെയാണ് ഭിക്ഷുക്കളെ മിഥ്യാവാച എന്ന് പറയുന്നത്. അതായത് തെറ്റായിട്ടുള്ള സ്പീച്ച് അല്ലെങ്കിൽ സംസാരം എന്ന് പറയുന്നത്. ഭിക്ഷുക്കളെ, സമ്മാവാച അല്ലെങ്കിൽ ശരിയായിട്ടുള്ള സംസാരം എന്താണ്? ഭിക്ഷുക്കളെ, സമ്മാവാച അല്ലെങ്കിൽ ശരിയായിട്ടുള്ള സംസാരത്തെയും ഞാൻ 2ആയിട്ട് പിരിച്ചിട്ടുണ്ട്. ഒരു സമ്മാവാച ഉണ്ട്, അത് ആസവങ്ങൾ അല്ലെങ്കിൽ കളങ്കങ്ങളുള്ളതാണ്, പുണ്യങ്ങൾ ചേർന്നിട്ടുള്ളതാണ്, ആസക്തി ഉള്ളതാണ്. മറ്റൊരു സമ്മാവാച ഉണ്ട്, അത് ആര്യന്മാരുടേതാണ്, കളങ്കങ്ങൾ ഇല്ലാത്തതാണ്, ലോകോത്തരമാണ്, അതേപോലെ തന്നെ മാർഗത്തിൻ്റെ അംഗമാണ്. ഭിക്ഷുക്കളെ, ഏതാണ് സമ്മാവാച? അതിൽ കളങ്കമുള്ളത്, പുണ്യം ഉള്ളത്, അതേപോലെ തന്നെ ആസക്തി ഉള്ളത്. നുണപറയിൽ നിന്ന് നമ്മൾ ഒഴിവാകുന്നു. മൂസാവാദ വരമണി, പിസുനായ വാചായ വരമണി. ഏഷ്ണ പറയിൽ നിന്ന് നമ്മൾ ഒഴിവാകുന്നു. പരുഷമായിട്ടുള്ള വചനങ്ങൾ പറയുന്നതിൽ നിന്ന് നമ്മൾ ഒഴിവാകുന്നു. മിഥ്യാവചനം പറയുന്നതിൽ നമ്മൾ ഒഴിവാകുന്നു. ഭിക്ഷുക്കളെ, ഇതിനെയാണ് സമ്മാവാച. അത് ആസവങ്ങളിൽ ഊന്നിയതാണ്, പുണ്യങ്ങളിൽ ഊന്നിയതാണ്, അതേപോലെ തന്നെ ആസക്തിയിൽ ഊന്നിയതാണ് എന്ന് പറയുന്നത്. ഭിക്ഷുക്കളെ, മറ്റൊരു സമ്മാവാചയുണ്ട്, അത് ആര്യന്മാർ, അതേപോലെ തന്നെ അനാസവം ആണ്, ലോകോത്തരം ആണ്, അതേപോലെ തന്നെ മാർഗത്തിൻ്റെ അംഗമാണ്. അത് ഭിക്ഷുക്കളെ ആര്യചിത്തത്തിൻ്റെ, അനാസവ ചിത്തത്തിൻ്റെ, ആര്യമാർഗം ഭാവന ചെയ്യുന്നതിനുള്ള മാർഗത്തിലെ 4 വാണിയുടെ ദുഷ്കർമ്മങ്ങളിൽ നിന്നും നമ്മൾ വേർപെടുന്നു. അതിൽ ആഗ്രഹിക്കുന്നില്ല, അതിൽ നിന്ന് മാറി നിൽക്കുന്നു. ഭിക്ഷുക്കളെ, ഇതാണ് ആര്യന്മാരുടെ ആസവങ്ങളില്ലാത്ത ലോകോത്തരമായ മാർഗത്തിൻ്റെ അംഗമായിട്ടുള്ള സമ്മാവാച. ഉല്ലോ മിഥ്യാവചനത്തെ അല്ലെങ്കിൽ മിഥ്യാവചനത്തെ ഇല്ലാതാക്കുന്നതിന് വ്യായാമം ചെയ്യുന്നു അല്ലെങ്കിൽ പരിശ്രമിക്കുന്നു. സമ്മാവാച ശരിയായിട്ടുള്ള വാണിയെ ഉണ്ടാക്കുന്നതിന് അവർ വ്യായാമം ചെയ്യുന്നു അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്നു. അവർ സതിയോടുകൂടി മിഥ്യാവചനത്തെ ഇല്ലാതാക്കുന്നു, സതിയോടുകൂടി സമ്മാവചനത്തെ ഉണ്ടാക്കുന്നതിന് പ്രയത്നിക്കുന്നു. അതിനാൽ ഭിക്ഷുക്കളെ, ഈ 3 ധർമ്മങ്ങളും സമ്മാവചനത്തിന് ചുറ്റുമായിട്ട് പ്രദക്ഷിണം ചെയ്യുന്നു. സമ്മാദിഠി, സമ്മാവായാമോ, സമ്മാസതി. ഭിക്ഷുക്കളെ, ഈ സന്ദർഭത്തിലും സമ്മാദിഠിയാണ് ഏറ്റവും മുന്നിൽ വരുന്നത്. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ഈ സമ്മാദിഠി ഏറ്റവും മുന്നിൽ വരുന്നത്? ഭിക്ഷുക്കളെ, നിങ്ങൾ മിഥ്യാകർമ്മത്തെ മിഥ്യാകമ്മന്തം എന്ന് മനസ്സിലാക്കുന്നു, പ്രജ്ഞയാൽ മനസ്സിലാക്കുന്നു. സമ്മാകമ്മന്തത്തെ നിങ്ങൾ സമ്മാകമ്മന്തം എന്ന് പ്രജ്ഞയാൽ മനസ്സിലാക്കുന്നു. ഭിക്ഷുക്കളെ, എന്താണ് ഈ മിഥ്യാകമ്മന്ത? ഭിക്ഷുക്കളെ, പ്രാണികളെ കൊല്ലുന്നു, മോഷ്ടിക്കുന്നു, കാമേസു മിഥ്യാചാര അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യുന്നു. ഭിക്ഷുക്കളെ, ഇതിനെയാണ് മിഥ്യാകമ്മന്തോ എന്ന് വിളിക്കുന്നത്. ഭിക്ഷുക്കളെ, എന്താണ് സമ്മാകമ്മന്തോ? സമ്മാകമ്മന്തോ 2 തരത്തിലുണ്ട് എന്ന് ഞാൻ പറയുന്നു. അതിൽ ഒരു തരത്തിലുള്ള സമ്മാകമ്മന്തം ആസവം കലർന്നതാണ്, അതേപോലെ തന്നെ കളങ്കം കലർന്നതാണ്, അതേപോലെ തന്നെ പുണ്യത്തിൻ്റെ ഭാഗമുള്ളതാണ്, ആസക്തിയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഭിക്ഷുക്കളെ, മറ്റൊരു സമ്മാകമ്മന്തമുണ്ട്, അത് ആര്യന്മാരുടെയാണ്, ആസവം ഇല്ലാത്തതാണ്, കളങ്കമില്ലാത്തതാണ്, ലോകോത്തരമാണ്, അതേപോലെ തന്നെ മാർഗത്തിൻ്റെ അംഗമാണ്. ഭിക്ഷുക്കളെ, ഏത് സമ്മാകമ്മന്തമാണ് കളങ്കമുള്ളത്, പുണ്യത്താൽ ചേർന്നത്, അതേപോലെ തന്നെ ആസക്തിയാൽ കൂടിച്ചേർന്നത്? പ്രാണികളെ ഹിംസിക്കുന്നതിൽ നിന്ന് ഒഴിവാകുന്നു, മോഷണത്തിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നു, വ്യഭിചാരത്തിൽ നിന്ന് ഒഴിവായിട്ട് നിൽക്കുന്നു. ഭിക്ഷുക്കളെ, ഇതിനെയാണ് കളങ്കം ഉള്ള, പുണ്യങ്ങൾ ചേർന്ന,
ആസക്തി ഉള്ള സമ്മാ കമ്മന്തോ എന്ന് വിളിക്കുന്നത്. അതായത് ഇവിടെ പരിശ്രമിക്കുകയാണ്. ഉള്ളിൽ ഇപ്പോഴും കളങ്കങ്ങൾ ഉണ്ട്, എന്നാൽ പുണ്യത്താൽ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ ഉള്ളിൽ അതിനോട് ആസക്തിയുമുണ്ട്. ഭിക്ഷുക്കളെ, ആര്യന്മാരുടെ അനാസവം ഇല്ലാത്ത ലോകോത്തരമായിട്ടുള്ള മാർഗത്തിൻ്റെ അംഗമായിട്ടുള്ള ആ സമ്മാ കമ്മന്തം എന്താണ്? ഭിക്ഷുക്കളെ, ആര്യചിത്തത്തിൻ്റെ അനാസവ ചിത്തത്തിൻ്റെ ആര്യമാർഗത്തോടുകൂടി ചേർന്ന് കിടക്കുന്ന ആര്യമാർഗത്തിൽ ഭാവന ചെയ്യുന്നതിനുള്ള അതിനുവേണ്ടി ഈ 3 ശരീരത്തിൻ്റെ ദുഷ്കർമ്മത്തെ അതിൽ നിന്ന് വിട്ടു നിൽക്കുക, അതിനെ ഇല്ലാതാക്കുക, അതിൽ നിന്ന് അകന്നു നിൽക്കുക. ഭിക്ഷുക്കളെ, ഇതിനെയാണ് ആര്യന്മാരുടെ അനാസവമായിട്ടുള്ള ലോകോത്തരമായിട്ടുള്ള മാർഗത്തിൻ്റെ അംഗമായിട്ടുള്ള സമ്മാ കമ്മന്തോ എന്ന് വിളിക്കുന്നത്. അവർ മിഥ്യാ കമ്മന്തം ഉപേക്ഷിക്കുന്നതിന് പ്രയത്നിക്കുന്നു, സമ്മാ കമ്മന്തം ഉണ്ടാക്കുന്നതിന് വ്യായാമം ചെയ്യുന്നു. ഇതുതന്നെയാണ് സമ്മാ വായാമം. അവർ സതിയോടുകൂടി മിഥ്യാ കമ്മന്തത്തെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നു, സതിയോടുകൂടി സമ്മാ കമ്മന്തത്തെ ഉണ്ടാക്കുന്നതിന് പരിശ്രമിക്കുന്നു. ഇതുതന്നെയാണ് സമ്മാ സതി. അതിനാൽ ഭിക്ഷുക്കളെ, ഈ 3 കാര്യങ്ങൾ സമ്മാ കമ്മന്തത്തിൻ്റെ ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു. സമ്മാ ദിഠി, സമ്മാ വായാമോ, സമ്മാ സതി. ഭിക്ഷുക്കളെ, ഈ സന്ദർഭത്തിൽ സമ്മാ ദിഠി ആദ്യം തന്നെ വരുന്നു. മിഥ്യ ആജീവത്തെ മിഥ്യ ആജീവിക എന്ന് പ്രജ്ഞയാൽ അറിയുന്നു. സമ്മാ ആജീവത്തെ സമ്മാ ആജീവിക എന്ന് പ്രജ്ഞയാൽ അറിയുന്നു, അല്ലെങ്കിൽ സമ്മാ ദിഠിയാൽ അറിയുന്നു. ഭിക്ഷുക്കളെ, ഈ മിഥ്യ ആജീവിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആജീവിക എന്ന് പറയുന്ന സമയത്ത് ജീവിക്കാനുള്ള ധനസമ്പാദനത്തിലുള്ള മാർഗം. മറ്റുള്ളവരെ വഞ്ചിക്കൽ, അവരെ പുകഴ്ത്തൽ, അവരെ പറ്റിപ്പറയൽ, അവരെ തരം താഴ്ത്തൽ, ഭൗതിക സമ്പത്ത് ഉപയോഗിച്ച് കൂടുതൽ ഭൗതിക സമ്പത്തെ നേടാനുള്ള പ്രയത്നം. ഇതിനെയാണ് ഭിക്ഷുക്കളെ മിഥ്യ ആജീവ എന്ന് പറയുന്നത്. ഭിക്ഷുക്കളെ, സമ്മാ ആജീവ എന്തൊക്കെയാണ്? ഭിക്ഷുക്കളെ, സമ്മാ ആജീവ 2 തരത്തിലുണ്ട് എന്ന് ഞാൻ പറയുന്നു. ഭിക്ഷുക്കളെ, ഒരു സമ്മാ ആജീവ അത് ആസവങ്ങൾ അല്ലെങ്കിൽ കളങ്കങ്ങൾ ചേർന്നതാണ്, പുണ്യമുള്ളതാണ്, ആസക്തിയുള്ളതാണ്. ഭിക്ഷുക്കളെ, മറ്റൊരു സമ്മാ ആജീവ അത് ആര്യന്മാരുടേതാണ്, കളങ്കങ്ങളില്ലാത്തതാണ്, ലോകോത്തരമാണ്, മാർഗത്തിൻ്റെ അംഗമാണ്. ഭിക്ഷുക്കളെ, സമ്മാ ആജീവ കളങ്കങ്ങളുള്ളത്, പുണ്യങ്ങൾ ചേർന്നത്, ആസക്തിയുള്ളത് അത് ഏതാണ്? ഭിക്ഷുക്കളെ, ഒരു ആര്യശ്രാവകൻ മിഥ്യ ആജീവികയെ ഉപേക്ഷിച്ചുകൊണ്ട് സമ്മാ ആജീവികയാൽ ജീവിത മാർഗം നേടുന്നു. അതായത് സമ്മാ ആജീവികയാൽ ധനം സമ്പാദിക്കുന്നു. ഭിക്ഷുക്കളെ, ഇതിനെയാണ് സമ്മാ ആജീവോ എന്ന് പറയുന്നത്. ഇത് കളങ്കമുള്ളതാണ്, പുണ്യം ചേർന്നിട്ടുള്ളതാണ്, ആസക്തി ഉള്ളതാണ്. ഭിക്ഷുക്കളെ, മറ്റൊരു സമ്മാ ആജീവിക ഉണ്ട്. അത് ആര്യന്മാരുടേതാണ്, ആസവങ്ങളില്ലാത്തതാണ്, ലോകോത്തരമാണ്, മാർഗത്തിൻ്റെ അംഗമാണ്. ഭിക്ഷുക്കളെ, ഇത് ആര്യചിത്തത്താൽ അനാസവചിത്തത്താൽ ആര്യമാർഗം കൂടിച്ചേരുന്ന സമയത്ത്, ആര്യമാർഗം ഭാവന ചെയ്യുന്ന സമയത്ത് മിഥ്യ ആജീവികയിൽ നിന്ന് സ്വയം മാറിക്കൊണ്ട് അതിനെ ഒഴിവാക്കി, അതിൽ നിന്ന് അകന്ന് അതിനെ ഇല്ലാതാക്കി ജീവിക്കുന്നു. ഭിക്ഷുക്കളെ, ഇത് തന്നെയാണ് സമ്മാ ആജീവോ. ഇത് ആര്യന്മാരുടേതാണ്, കളങ്കമില്ലാത്തതാണ്, ലോകോത്തരമാണ്, മാർഗത്തിൻ്റെ അംഗമാണ്. അപ്പോൾ അവർ മിഥ്യ ആജീവികയെ ഇല്ലാതാക്കാൻ വ്യായാമം ചെയ്യുന്നു, സമ്മാ ആജീവികയെ ഉണ്ടാക്കാൻ വ്യായാമം ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. സതിയോടുകൂടി അവർ മിഥ്യ ആജീവികയെ ഒഴിവാക്കുന്നു, സതിയോടുകൂടി അവർ സമ്മാ ആജീവികയെ ഉണ്ടാക്കുന്നതിന് പ്രയത്നിക്കുന്നു. ഇതുതന്നെയാണ് സമ്മാ സതി. അതിനാൽ ഭിക്ഷുക്കളെ, ഈ 3 ധർമ്മങ്ങളും സമ്മാ ആജീവികയെ പരിക്രമണം ചെയ്യുന്നു. അവ സമ്മാ ദിഠി, സമ്മാ വായാമോ, സമ്മാ സതി ഇവയാണ്. ഭിക്ഷുക്കളെ, ഈ സന്ദർഭത്തിലും സമ്മാ ദിഠിയാണ് ഏറ്റവും മുന്നിൽ വരുന്നത്. ഭിക്ഷുക്കളെ, എന്തുകൊണ്ടാണ് സമ്മാ ദിഠി ഏറ്റവും മുൻപിൽ വരുന്നത്? ഭിക്ഷുക്കളെ, സമ്മാ ദിഠിയാൽ സമ്മാ സങ്കല്പം ഉണ്ടാകുന്നു, സമ്മാ സങ്കല്പം മൂലം സമ്മാ വാച ഉണ്ടാകുന്നു, സമ്മാ വാച മൂലം സമ്മാ കമ്മന്തം ഉണ്ടാകുന്നു, സമ്മാ കമ്മന്തം മൂലം സമ്മാ ആജീവിക ഉണ്ടാകുന്നു, സമ്മാ ആജീവിക മൂലം സമ്മാ വായാമം ഉണ്ടാകുന്നു, സമ്മാ വായാമം മൂലം സമ്മാ സതി ഉണ്ടാകുന്നു, സമ്മാ സതി മൂലം സമ്മാ സമാധി ഉണ്ടാകുന്നു, സമ്മാ
സമാധി മൂലം ശരിയായിട്ടുള്ള പ്രജ്ഞ ഉണ്ടാകുന്നു. സമ്മ പ്രജ്ഞ, ശരിയായിട്ടുള്ള പ്രജ്ഞയാൽ സമ്മ വിമുക്തി ഉണ്ടാകുന്നു. സമ്മാജ്ഞാനത്താൽ സമ്മ വിമുക്തി ഉണ്ടാകുന്നു. ഇതിഖോ ഭിക്കവേ അട്ടംഗസമന്യാഗതോ സെഖോ ദസംഗസമന്യാഗതോ അർഹാഹോതി. ഭിക്ഷുക്കളെ, ഇവിടെ സേഖ എന്ന് പറയുന്ന വ്യക്തിക്ക് അഷ്ടാംഗമാർഗമുണ്ട്. എന്നാൽ അർഹന്തന് 10 അംഗങ്ങളുള്ള മാർഗമാണ് ഉള്ളത്. ഇവിടെ എന്താണ് സെഖ? സെഖ എന്ന് പറയുമ്പോൾ സീഖ് രഹാ ഹെ, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, ആ വ്യക്തിയാണ് സെഖ എന്ന് പറയുന്നത്. ഇവിടെ ശ്രോതാപന്നൻ, സഗ്ദാഗാമി, അനാഗാമി ഇവരെയാണ് സെഖ എന്ന് പറയുന്നത്. അവർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ അഭ്യസിക്കേണ്ടത് അഷ്ടാംഗ മാർഗത്തിലാണ്. എന്നാൽ അർഹന്തൻ അഭ്യസിക്കേണ്ടത് ഈ 10 അംഗങ്ങളുള്ള ഇതിലാണ്. അതായത് അതിൽ ആര്യജ്ഞാനവും ആര്യവിമുക്തിയും വരും. അപ്പോഴാണ് 10 അംഗങ്ങൾ ഉണ്ടാകുന്നത്. ഭിക്ഷുക്കളെ, ഇവിടെ സമ്മാജ്ഞാനത്താൽ അനേക പാപക അകുശല ധർമ്മങ്ങൾ ഇല്ലാതായി ഭാവനയാൽ അവ പരിപൂർണമായിട്ടും ഇല്ലാതാവുന്നു. അവിടെ ഭിക്ഷുക്കളെ സമ്മാദിഷ്ഠിയാണ് ഏറ്റവും മുന്നിൽ വരുന്നത്. ഭിക്ഷുക്കളെ, എന്തുകൊണ്ടാണ് സമ്മാദിഷ്ഠി ഏറ്റവും മുന്നിൽ വരുന്നത്? ഭിക്ഷുക്കളെ, സമ്മാദിഷ്ഠിയുള്ള ഒരു വ്യക്തിക്ക് മിഥ്യാദിഷ്ഠി ക്ഷീണമാകുന്നു, ഇല്ലാതാകുന്നു. അതുമൂലം മിഥ്യാദിഷ്ഠി മൂലം ഉണ്ടാകുന്ന അനേക പാപക അകുശല ധർമ്മങ്ങൾ പരിപൂർണമായിട്ടും ഈ സമയത്ത് ഇല്ലാതാകുന്നു. ഈ സമ്മാദിഷ്ഠി മൂലം അനേക കുശലധർമ്മങ്ങൾ ഭാവനയാൽ പരിപൂർണമാകുന്നു. ഇതുപോലെ തന്നെയാണ് ഇനി ബാക്കി പറയാൻ പോകുന്നതും. ഞാനത് ചുരുക്കിയിട്ടാണ് പറയുന്നത്. ഭിക്ഷുക്കളെ, സമ്മാസങ്കല്പത്താൽ മിഥ്യാസങ്കല്പങ്ങൾ ക്ഷയിക്കുന്നു. അതുപോലെ തന്നെ മിഥ്യാസങ്കല്പങ്ങൾ മൂലമുണ്ടാകുന്ന അനേക അകുശല പാപകധർമ്മങ്ങൾ ഇവിടെ പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നു. സമ്മാസങ്കല്പം മൂലം കുശലധർമ്മങ്ങൾ ഭാവനയാൽ പരിപൂർണമായിട്ട് വർദ്ധിക്കുന്നു. ഇതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കണം. അതിന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഭിക്ഷുക്കളെ, സമ്മവാച മൂലം മിഥ്യാവാച അവ ഇല്ലാതാകുന്നു. സമ്മ കമ്മന്തം മൂലം മിഥ്യാ കമ്മന്തം ക്ഷയിക്കുന്നു. സമ്മ ആജീവ മൂലം മിഥ്യ ആജീവ ക്ഷയിക്കുന്നു. സമ്മ വ്യായാമം മൂലം മിഥ്യാ വ്യായാമം ക്ഷയിക്കുന്നു. സമ്മ സതി മൂലം മിഥ്യാ സതി ക്ഷയിക്കുന്നു. സമ്മ സമാധി മൂലം മിഥ്യാ സമാധി ക്ഷയിക്കുന്നു. സമ്മ ജ്ഞാനം മൂലം മിഥ്യാജ്ഞാനം ക്ഷയിക്കുന്നു. സമ്മ വിമുക്തി മൂലം മിഥ്യാ വിമുക്തി ക്ഷയിക്കുന്നു. ഈ മിഥ്യാ വിമുക്തി മൂലം ഒരുപാട് അനേക പാപക അകുശല ധർമ്മങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ സമ്മവിമുക്തി മൂലം ഈ അനേക കുശലധർമ്മങ്ങൾ ഭാവനയാൽ പരിപൂർണമാകുന്നു. അതിനാൽ ഭിക്ഷുക്കളെ, കുശലപക്ഷത്തിൽ 20 എണ്ണം ഉണ്ട്. അതേപോലെ തന്നെ അകുശലം അല്ലെങ്കിൽ പാപപക്ഷത്തിൽ 20 എണ്ണം ഉണ്ട്. അതായത് സമ്മാദിഷ്ഠി ഇത് കുശലപക്ഷമാണ്. മിഥ്യാദിഷ്ഠി ഇത് അകുശല പക്ഷമാണ് അല്ലെങ്കിൽ പാപപക്ഷമാണ്. ഭിക്ഷുക്കളെ, ഇങ്ങനെയുള്ള ഈ മഹാചത്താരി സകോ എന്ന് പറയുന്ന ഈ ധർമ്മോപദേശം ഞാൻ പ്രവർത്തിപ്പിച്ചു. മഹാചത്താരി സകോ എന്ന് പറയുമ്പോൾ 40 മഹാധർമ്മങ്ങൾ. ഈ ധർമ്മോപദേശത്തെ ഒരു ശ്രമണനും ഒരു ബ്രാഹ്മണനും ഒരു ദേവനും ഒരു മാരനും ഒരു ബ്രഹ്മനും ഈ ലോകത്തിൽ ആർക്കും ഇതേപോലെ തന്നെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല. ഈ 40 ചത്താരിസക ഉപദേശത്തെ നിന്ദിക്കാൻ ഏതെങ്കിലും ശ്രമണ ബ്രാഹ്മണന്മാർ മുതിർന്നു കഴിഞ്ഞാൽ അവർ ഈ 10 കാരണങ്ങൾ മൂലം നിന്ദയ്ക്കും ശാസനയ്ക്കും അർഹരായിട്ട് തീരും. ഈ വർത്തമാനകാലത്ത് തന്നെ അവർക്ക് നിന്ദയും മറ്റുള്ളവരുടെ ശാസനവും വന്നു ചേരും. ഈ മാന്യനായിട്ടുള്ള ശ്രമണ ബ്രാഹ്മണൻ ഈ സമ്മാദിഷ്ഠിയെ നിന്ദിക്കുകയാണെങ്കിൽ മറ്റുള്ള ശ്രമണ ബ്രാഹ്മണന്മാരുടെ മിഥ്യാദിഷ്ഠിയെ ആ വ്യക്തി പ്രശംസിക്കുകയും അതേപോലെ തന്നെ ആരാധിക്കുകയുമാണ് ചെയ്യുന്നത്. അവർ ഈ സങ്കല്പത്തെ നിന്ദിക്കുകയാണെങ്കിൽ മറ്റുള്ള ശ്രമണ ബ്രാഹ്മണന്മാരുടെ മിഥ്യാ സങ്കല്പത്തെ പ്രശംസിക്കുകയും പൂജിക്കുകയുമാണ് ചെയ്യുന്നത്. അവർ ഈ സമ്മാവാചത്തെ നിന്ദിക്കുകയാണെങ്കിൽ മറ്റുള്ള ശ്രമണ ബ്രാഹ്മണന്മാരുടെ മിഥ്യാവചനത്തെ പ്രശംസിക്കുകയും പൂജിക്കുകയുമാണ് അവർ ചെയ്യുന്നത്. അവർ ഈ കമ്മന്തത്തെ
വിമർശിക്കുകയാണെങ്കിൽ മറ്റുള്ള ശ്രമണ ബ്രാഹ്മണന്മാരുടെ മിഥ്യാകമ്മന്തത്തെ അവർ പൂജിക്കുകയും പ്രശംസിക്കുകയുമാണ് ചെയ്യുന്നത്. അവർ ഈ സമ്മ ആജീവിയെ നിന്ദിക്കുകയാണെങ്കിൽ മറ്റുള്ള ശ്രമണ ബ്രാഹ്മണന്മാരുടെ മിഥ്യാ ആജീവികയെ അവർ പ്രശംസിക്കുകയും പൂജിക്കുകയുമാണ് ചെയ്യുന്നത്. അവർ ഈ സമ്മ വ്യായാമത്തെ നിന്ദിക്കുകയാണെങ്കിൽ മറ്റുള്ള ശ്രമണ ബ്രാഹ്മണന്മാരുടെ മിഥ്യാ വ്യായാമത്തെ അവർ പ്രശംസിക്കുകയും പൂജിക്കുകയുമാണ് ചെയ്യുന്നത്. അവർ ഈ സമ്മ സതിയെ നിന്ദിക്കുകയാണെങ്കിൽ മറ്റുള്ള ശ്രമണ ബ്രാഹ്മണന്മാരുടെ മിഥ്യാ സതിയെ അവർ പൂജിക്കുകയും പ്രശംസിക്കുകയുമാണ് അവർ ചെയ്യുന്നത്. അവർ ഈ സമ്മ സമാധിയെ നിന്ദിക്കുകയാണെങ്കിൽ മറ്റുള്ള ശ്രമണ ബ്രാഹ്മണന്മാരുടെ മിഥ്യാ സമാധിയെ പ്രശംസിക്കുകയും പൂജിക്കുകയുമാണ് അവർ ചെയ്യുന്നത്. അവർ ഈ സമ്മജ്ഞാനത്തെ നിന്ദിക്കുകയാണെങ്കിൽ മറ്റുള്ള ശ്രമണ ബ്രാഹ്മണന്മാരുടെ മിഥ്യാ ജ്ഞാനത്തെ പ്രശംസിക്കുകയും പൂജിക്കുകയുമാണ് അവർ ചെയ്യുന്നത്. അവർ ഈ സമ്മ വിമുക്തിയെ നിന്ദിക്കുകയാണെങ്കിൽ അവർ മറ്റുള്ള ശ്രമണ ബ്രാഹ്മണന്മാരുടെ മിഥ്യാ വിമുക്തിയെ പൂജിക്കുകയും പ്രശംസിക്കുകയുമാണ് ചെയ്യുന്നത്. ഭിക്ഷുക്കളെ, ഏതെങ്കിലും ശ്രമണ ബ്രാഹ്മണന്മാർ ഈ മഹാചത്താരിസക ഉപദേശത്തെ നിന്ദിക്കുകയാണെങ്കിൽ അവർ ഈ വർത്തമാനകാല ജീവിതത്തിൽ തന്നെ അവർക്ക് ഈ 10 കാരണം മൂലം നിന്ദയും അതേപോലെ തന്നെ ശാസനയ്ക്കും വിധേയരാകേണ്ടി വരും. ഭിക്ഷുക്കളെ, പണ്ടുണ്ടായിട്ടുള്ള പരിവ്രാജകന്മാരായിട്ടുള്ള വസ്സ, അതേപോലെ തന്നെ ഉക്കലിയിലെ ബഞ്ഞ, അവർക്ക് അഹേതുക വാദമാണ് ഉണ്ടായിരുന്നത്, അകിരിയാവാദമാണ് ഉണ്ടായിരുന്നത്, നാസ്തികവാദമാണ് ഉണ്ടായിരുന്നത്. അതായത് അവരെല്ലാം നാസ്തികന്മാരായിരുന്നു. അവർ പോലും ഈ മഹാചത്താരിസക ധമ്മ ഉപദേശത്തെ നിന്ദിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാൻ മുതിർന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ അവർക്ക് നിന്ന, അതേപോലെ തന്നെ മറ്റുള്ളവർ ആക്രമിക്കും, മറ്റുള്ളവർ അവരെ നിന്ദിക്കും എന്ന ഭയമുണ്ടായിരുന്നു. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ഭിക്ഷുക്കൾ ഭഗവാന്റെ വചനത്തിൽ തൃപ്തരായി ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഭിക്ഷുക്കൾ സമ്മതിച്ചു, അതിൽ അഭിനന്ദിച്ചു. മഹാചത്താരിസക സൂത്തം നിഠിതം. സൂത്തം ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലെ കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആര്യ അഷ്ടാംഗിക മാർഗത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ സൂത്രം ഫോർവേഡ് ചെയ്യാവുന്നതാണ്. ഇനി അല്പസമയത്തേക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.